ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലൊക്കെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ബുദ്ധി ഉണ്ടേ ആർക്ക്? എനിക്ക്. എന്തായാലും ഇവൻ എനിക്ക് കൊണ്ടുവന്ന് പനി വരും, അവൻ്റെ പനി ഒന്നുകൂടി മൂർച്ഛിക്കും. തീർച്ചയായും നാളെ വീഡിയോ ഇടാൻ പറ്റും തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ പിടിച്ചു വെച്ചിട്ട് ഒരു കിഴി എപ്പിസോഡ് കൂടി ഷൂട്ട് ചെയ്താക്കട്ടെ. ഞാനൊന്ന് ഒന്ന് ചെയ്തിട്ട് പോകാതെ ചെയ്യുമ്പോളേ അതിന് സമ്മതിക്കുള്ള തെണ്ടി. ഓക്കെ, നാളെ കിട്ടാൻ സാധ്യതല്ല എന്ന് കരുതി നാളെ വിളിച്ചിട്ട് അങ്ങനെ പറയൂല. അങ്ങനെ ഞാൻ പറയുന്ന നടക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പറയൂല. എനിക്ക് വയ്യായിരുന്നല്ലോ, ശരിക്കും വയ്യായിരുന്നല്ലോ. തെളിവുണ്ടല്ലോ. കിഴി എപ്പിസോഡാണ്. തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഒന്നും കാര്യാക്കണ്ട. മായിന്റെ ബംഗാരം ഇത് കാര്യാക്കി പരിഗണിക്കണം കേട്ടോ. സമന്ത നായികയാവുന്ന സിനിമയാണ്. അല്ല, അങ്ങനെ പറയാം. സിനിമക്ക് ഇനി 10 ദിവസം കൂടെ ഉള്ളൂ. ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. നാളത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 8 ദിവസം കൂടെ ഉള്ളൂ കേട്ടോ. ജൂൺ 19. അതെ, എന്തായാലും കേരള തിയേറ്റർ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് തിങ്ക് സ്റ്റുഡിയോസ് ആട്ടോ. നന്ദിനി റെഡ്ഡിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അടുത്തത് ധമാൽ 4 സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിട്ടുണ്ട്. അജയ് ദേവ്ഗൺ ആണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഇന്ദ്രകുമാറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സന്തോഷം, വളരെ സന്തോഷം. ഇവരുടെ ഈ 4ഉം 5 ഒക്കെ വരുന്ന സാധനങ്ങളുണ്ടല്ലോ, ഫുള്ള് കോമഡിയാണ്. അല്ലെങ്കിൽ തന്നെ അവര് തന്നെ മൊത്തത്തിൽ കോമഡിയാണ്. അടുത്തത് ഇരുമുടി, രവി തേജ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽസ് കുറച്ച് പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. പ്രിയ ഭവാനി ശങ്കർ നായികയായിട്ട് എത്തുന്ന സിനിമയാണ്. രവി തേജന്റെ കൂടെ ആളുണ്ട്. സ്റ്റിൽസ് ശിവ നിർവാണയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അടുത്തത് ശിവ നിർവാണ ഇനി കേരളത്തിലേക്ക് കയറ്റി ഇറക്കൂലേ? അല്ലേ? രവി തേജനെ ഇരുമുടിയല്ലേ, ഉറപ്പല്ലേ? പത്തനംതിട്ട ഏരിയയിലേക്ക്. അത് ഇനി അവിടെ സെറ്റ് ഇടും. അതും പറയാൻ പറ്റില്ല കേട്ടോ. ശബരിമലയൊക്കെ അവിടെ സെറ്റ് ഇടും ചിലപ്പോ. എന്താണെങ്കിൽ നോക്കാം. അടുത്തത് വിജയ് സേതുപതി ബാല മൂവി. എന്തായാലും ചർച്ച, എനിക്ക് സത്യം അത് കേട്ടപ്പം സേതുപതി യെസ്. എന്താണെങ്കിലും സിനിമേന്റെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വായിക്കുന്നത് ഏകദേശം കൺഫേം ആണ് കേട്ടോ. വിജയ് സേതുപതി കൂടുതൽ സ്ട്രോങ് ആണെങ്കിൽ അപ്പൊ കൊടുക്കേണ്ടി തല്ലുകൊള്ളാലൊരു ആംബിയർ ഉണ്ടെങ്കിൽ, ആൾ അതിനുള്ളൊരു മനസ്സുകൊണ്ട് അതിന് തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ പക്ക. അതെ, എന്തൊരു കഷ്ടല്ലേ. അതങ്ങനെ സംവിധായകൻ ഓടിച്ചിട്ട് തല്ല ആരായിരുന്നടാ? മമിതാ ബൈജു അല്ലേ? സൂരി ഏതായിരുന്നു പടം? എന്താണ്? അയ്യോ മറന്നല്ലോ. മാനഗരം അല്ല, വാനം അല്ലെ? വാനം എന്തെങ്കിലും ആവട്ടെ. നമ്മുടെ മറ്റേ ഇവരാണ് അതിൽ നായകൻ. വിജയ് ആന്റണി അല്ല, മറ്റേ അരുൺ വിജയ്. ഓക്കെ, അടുത്തത് കാർത്തി 30 സിനിമയുടെ ഒരു ന്യൂ ഷെഡ്യൂള് ജൂൺ 4 തുടങ്ങിയിട്ടുണ്ട്. അത് 20 ദിവസം നീണ്ടു കേട്ടോ. ഓക്കെ, നമ്മുടെ കല്യാൺ ശങ്കർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഓക്കെ, മീനാക്ഷി ചൗധരിയാണ് നായിക. അടുത്തത് STR 52 സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോണത് കീർത്തീശ്വരനായിരിക്കും എന്നാട്ടോ കേൾക്കുന്നത്. കൊള്ളാം, നൈസാണ്. എല്ലാ ഭാവങ്ങളും നേരുന്നു. അയ്യോ, ചിന്താഗതി മോശമാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അടുത്ത ചിയാൻ 63 സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വിക്രം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂ പോസ്റ്റർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റിയ ഷിബുവിൻ്റെ 2 ദിവസത്തെ ഷൂട്ടുണ്ട്. അതിൽ 2 പേരും ഒരുമിച്ച് ഷൂട്ടിനുണ്ടാവും. ആര്? വിക്രമും റിയ ഷിബും ഒരുമിച്ചുള്ള സംഭവമാണ്. ഇതൊരു ഫാമിലി ചിത്രം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷേ നല്ല ആക്ഷനോട് കൂടിയ സിനിമയാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. അതെ, സംഭവം അതിന്റെ അനൗൺസ്മെന്റ് വീഡിയോയിലൊക്കെ മാരക പ്രശ്നമായിരുന്നല്ലോ. സത്യം, ഒരു വീടിന്റെ ഉള്ളിലേക്ക് ബോംബ് എറിയുന്നതല്ലേ. അടുത്തത് പെന്തി. സമ്മതിക്കൂല, ജീവിക്കാൻ സമയം. എന്റെ പൊന്നെ, എന്താണെങ്കിലും സിനിമയിലെ ആ അശ്ലീല ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത്. പക്ഷെ അശ്ലീലം എന്ന് പറയുമ്പോ ഇതിനകത്ത് ഉള്ളത് 3/4 അശ്ലീലമാണ്. സിനിമയില്ല. അയ്യോ,
അടുത്തത് വേറെ കാര്യം കേട്ടോ, നിനക്ക് വൈറസ് വന്നതുകൊണ്ടാണല്ലോ പനി വന്നത്, അതുകൊണ്ട് ഇങ്ങനത്തെ കീടാണുക്കൾ മൊത്തം നിന്റെ അടുത്തേക്ക് വരുന്നത്. അടുത്തത് ബ്ലഡി പൊളിറ്റിക്സ്. ഗൗതം കാർത്തിക് നായകനാവുന്ന സിനിമയാണ്. നമ്മുടെ ധനുഷിന്റെ ചേട്ടന്റെ പേരെന്താ? വീരരാഘവൻ, സെൽവരാഘവൻ. ആള് ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കേട്ടോ. സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടില്ല, പക്ഷേ ജൂലൈയിൽ റിലീസിന് ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, ദിനാരാഘവനാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഈ ആള് തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ്. ഭൂത് ബംഗ്ല സിനിമയുടെ OTT റിലീസ് ജൂൺ 12 ഉണ്ടാവുന്നതാണ് കേൾക്കുന്നത് കേട്ടോ. അത് ഞാനും ആലോചിച്ചു. നെറ്റ്ഫ്ലിക്സിലാണ് വരുന്ന ഹിന്ദി വെർഷൻ എന്ന് പറഞ്ഞത്. ജൂൺ 12. ടെലിഗ്രാം ബോയ്സ് കണ്ടായിരുന്നില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, എന്താണെങ്കിലും അടുത്ത കിഴിയിലേക്ക് പോകും. ഓക്കെ, ഈ ജലദോഷം വന്നു കഴിഞ്ഞാലേ എല്ലാവർക്കും തലയെടുപ്പ് കൂടുതലായിരിക്കും. സത്യം. കുനിഞ്ഞാ പോയി ഒരു ഗ്ലാസ് കുനിഞ്ഞാ മൊത്തത്തില് പണി കിട്ടും. ഇങ്ങനെ കുറച്ച് തലയെടുപ്പോടെ ഇങ്ങനെ ഇരിക്കാം, അത് നടക്കുള്ളൂ. ഇങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കരമായിരിക്കും. അടുത്തത് പ്രദീപ് രംഗനാഥൻ. നെക്സ്റ്റ് ആള് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ നമ്മുടെ മമിത ബൈജു ആണല്ലോ നായിക. അതിൽ മമിത ബൈജുവിൻ്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട ആൾ വരും, അതായത് അശ്വന്ത് മാരിമുത്ത്, ഡയറക്ടർ ഉണ്ടല്ലോ, നമ്മുടെ ഡ്രാഗൻ്റെ ഡയറക്ടർ. ആളിതിൽ കാമിയോ ആണ് വരുന്നത്, അതും പോലീസ് വേഷത്തിൽ കേൾക്കുന്നു. ഓക്കെ, അടുത്തത് അതിമനോഹരം. സിനിമയുടെ ഫുൾ ഷൂട്ട് ജൂലൈ 31 തീർക്കാനുള്ള പരിപാടികളിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, എന്നാലും റിലീസ് ഡേറ്റ് കുറച്ച് മാറ്റിയിട്ടുണ്ട്, പൂജയിൽ നിന്ന് മുന്നോട്ടാക്കിയിട്ടുണ്ട്, നവംബർ ഓർ ഡിസംബർ. ഓക്കെ, എന്തായാലും തരൺമൂർത്തി ഒരുക്കുന്ന സിനിമയാണ്. ലാലേട്ടൻ തകർക്കണല്ലോ. നീക്കം ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ദിലീപ് നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ആയതാണ്. സിനിമ ജൂലൈ 4 റിലീസ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ക്ലാഷിനില്ല ആരുടെ കൂടെ? ഐനോബിഡിൻ്റെ കൂടെ. അതിന് ശേഷം സിനിമ റിലീസിലെത്തിക്കും. അതായത് നീക്കാൻ പ്ലാൻ ചെയ്യുന്നു. നീക്കം നീക്കും. അടുത്തത് AK-64 നടക്കൂല കേട്ടോ. അത് അജിത്ത് 187 ജലദോഷമായിട്ടിരിക്കട്ടെ. രസമുള്ള സാധനങ്ങൾ വരുന്നുണ്ട്, രസമില്ലാത്ത സാധനം വരുന്നുണ്ട്. 187 കോടിയെ സിനിമയ്ക്ക് വേണ്ടി പ്രതിഫലം ചോദിച്ചു. ആകെ മൂപ്പരുടെ പടത്തില് അതല്ല, അത് പ്രശ്നമല്ല. ഒരു സിനിമ ഫുള്ള് ചെയ്തോട്ടുണ്ട്. ഇത് അതിനിടയ്ക്ക് ഡ്രൈവിംഗ് പോവും. ഞാൻ പറയുന്ന ഏരിയയിൽ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് സിനിമ എന്ന് തീരുന്നുള്ളതൊന്നും ഒരു പിടുത്തമല്ല. ഡെഡ് മണിയായിട്ട് അവിടെ ആളുകളായിട്ട് കിടക്കും. നിങ്ങളിത് കാണില്ല, എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്, കരഞ്ഞു വരെയാണ് അവിടെ ജോലി ചെയ്യണത്. അയ്യോ, എന്തായാലും കൊള്ളാം. STR 51. അയ്യോ, STR 51 സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് അശ്വന്ത് മാരിമുത്തു. ഈ ചങ്ങായി മതി എല്ലാവർക്കും, എല്ലായിടത്തും ഉണ്ടല്ലോ. സിനിമയുടെ പേര് ഡ്രാഗനാ. ഡ്രാഗൻ കുഞ്ഞിന് എപ്പോഴും വില ഉണ്ട്, ഭയങ്കര വിലയാ. അടുത്തത് കൃഷ്. ഈ പരാജയവും പോവാത്തതൊക്കെയാണല്ലോ എനിക്ക്. കൃഷ് 4. ഞാൻ കൃഷി നടത്തി. സിനിമയ്ക്ക് സാലറി പ്രോബ്ലം കൊണ്ടാണ് ഈ സിനിമ നടക്കാതിരിക്കുന്നതെന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. അത് 500 കോടി വേണം, 350 കോടി വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല കാരണം എന്ന് രാകേഷ് റോഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് വലിയ സിനിമകൾ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞ കാരണം. അപ്പൊ ഇതിന് ഒരുപാട് സമയം എടുക്കാൻ പോവാണ്, ഒരാഴ്ച മൊത്തം. എന്തായാലും ആദിത്യ ചോപ്രയും ഹൃത്തിക് റോഷനും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത കഴി. അപ്പൊ കൃഷൂറിട്ട് അടിച്ചുല്ലേ. ഓക്കെ, അടുത്തത് അയ്യോ ലോകേഷ് മല്ലു. ഇത് ആരാടാ പറഞ്ഞത് ഇതൊക്കെ ഒഴിവാക്കിയതൊക്കെ? ഞങ്ങളെ ലോകണ്ണൻ ആളെ എങ്ങനെ കരിവരുത്തേക്കരുത് കേട്ടോ. എന്തായാലും സിനിമ ഉണ്ട്, ഉറപ്പാണ്. സിനിമ ദസറക്ക് ഷൂട്ട് തുടങ്ങും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അടുത്തത് അത് ഇച്ചിരി സമയം എടുക്കും, അതുകൊണ്ടാണ് ഞാൻ അടുത്തതെന്ന് പറഞ്ഞത്. ഇതും സമയം എടുക്കും. സിനിമയുടെ ഷൂട്ട് അടുത്ത മാസം തുടങ്ങും. അടുത്തത് അതായത് സെക്കൻഡ്, അതായത് ഇതുവരെ ഷെഡ്യൂൾ അടുത്ത ഷൂട്ടൊക്കെ തുടങ്ങിയിട്ട് കുറേ ആയി.
ഷൂട്ട് തുടങ്ങിയിട്ട് പല സമയം അതെ പല ടൈമിൽ പല ഇതാ കേട്ടോണ്ടിരുന്നത് 80% പൂർത്തിയായിരുന്നു 60% പൂർത്തിയായിന്നൊക്കെ. അപ്പൊ എന്താണെങ്കിലും ഈസി അല്ലേ? അതെ, വർക്ക് ഫ്രം ഹോം പ്രഭാസിന്റെ ഒക്കെ അതൊരു സത്യം. അല്ല ഷൂട്ട് തുടങ്ങിയിട്ട് കുറച്ചായി. ആള് ജോയിൻ ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ, ഇടയ്ക്കാണ്ട് ജോയിൻ ചെയ്തു അല്ലേ? 2 ദിവസത്തിന് കുറഞ്ഞ ദിവസം കണ്ടോ ജോയിൻ ചെയ്തു. അതിന്റെ ഇടയിൽ വേറെ അതാണേ, ഈ ടീമിൽ നിന്ന് വരുന്ന എല്ലാവർക്കും പനിയും തുമ്മലും തൂറ്റലും. നീ ഇങ്ങനെ വിളിച്ചറിയില്ല, അപ്പൊ എനിക്ക് പനി പിടിച്ചോടുന്നുള്ള അറിയൂലേ? സായിബല്ലക്ക് പനി ആയതുകൊണ്ടാണ് അതിന്റെ ആ ഷെഡ്യൂൾ നടക്കാതിരുന്നത്. അതറിയാം നിങ്ങൾക്ക്? അത് സാരമൊന്നുമില്ല. ഞാൻ അന്നേ പറഞ്ഞാണ് ദീപികനെ മാറ്റി സായിബല്ലവിന് നിൽക്കണ്ട, ആൾക്ക് ഫുള്ള് വയ്യായിക്കായിരിക്കും എപ്പോഴും. അടുത്തത് പിന്നെ വേറെ കാര്യം കേട്ടോ, അതായത് കൽക്കി 2ന്റെ മേജർ പോർഷൻസ് മൊത്തത്തിൽ ഏപ്രിൽ 2027 കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രഭാസ് ഇല്ലാത്ത ഭാഗങ്ങൾ മൊത്തം. പിന്നെ മേജർ ആയിട്ടുള്ളത് പിന്നെ അത് ബാക്കി പ്രഭാസിന് ഫോട്ടോ ചെയ്യുന്ന മേജർ ആയിട്ടുള്ള കാര്യം. ഈ മേജർ പോർഷൻസിൽ ഫോട്ടോ ഇത് ചെയ്യാന്നുള്ളതാണല്ലോ മെയിൻ പരിപാടി. വലിയ മേജർ ആയിട്ടുള്ള വേറെ പരിപാടികളൊന്നുമില്ല. ഫോട്ടോ ആഡ് ചെയ്യുക, വർക്ക് ചെയ്യുക, ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തത് സൽമാൻ ഖാൻ നെക്സ്റ്റ് വംശി മൂവി. അതായത് നയൻതാര നായികയാവുന്ന സിനിമയുടെ അടുത്ത ഷെഡ്യൂള് ഇന്നലെ തുടങ്ങി. ഇത് നാളെ ഇടുന്നോണ്ടാണ് ഇങ്ങനെ ഇന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ജൂൺ 10 തുടങ്ങി. ഇത് ഇന്നലെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, ഇന്നലെയാണ് തുടങ്ങിയിട്ടുള്ളത്. എടാ പൊട്ടായി, എനിക്ക് പനിയല്ലേ, ഇന്നലെ ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതെ, ഇന്നാണ് ഷൂട്ട് ചെയ്തത്. ഇന്നലെ 10. ഇന്നലെ തുടങ്ങുന്നത്, നാളെ ഇടുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നാളെ ഇടുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അത് ഞാൻ ആദ്യം തന്നെ ക്ലിയർ ആക്കി പറഞ്ഞു കൊടുത്തല്ലേ. എന്നാലും എനിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം, ഒരു കുറവ് ഫീൽ ചെയ്തു, ആകെ കുറഞ്ഞു. പിന്നെ അതെ, മൊത്തത്തിൽ കുറവായി. ഒന്നുമില്ല, ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഞാൻ ഇപ്പോഴും കൺഫ്യൂഷനില്ല. ഇന്നലെയാണ് നാളെയാണ് ഇത് ഇടാൻ പോകുന്നത്. അപ്പൊ നാളെ നമ്മൾ ഇരിക്കുന്നു, നമ്മൾ നാളെ ഇരിക്കുകയാണ്. ഇന്നലെ തുടങ്ങി നമ്മൾ പറയുന്നു, പക്ഷെ നമ്മൾ അതിന്റെ കൂടെ സത്യം വിളിച്ചു പറയുന്നത് ഇത് ഞങ്ങൾ ഇന്നലെ ഷൂട്ട് ചെയ്താണ്, അതുകൊണ്ട് നാളെ എന്ന് പറയുന്നു. ഇപ്പൊ കൺഫ്യൂഷൻ പ്രശ്നമൊന്നുമില്ലേ? ഇന്നലെ ഷൂട്ട് ചെയ്താണ്, അതുകൊണ്ട് മതി, നിർത്തിക്കണ. അടുത്തത് ഖലീഫ. ഖലീഫ സിനിമയുടെ എന്തായിരുന്നു ദുബായ് ഷെഡ്യൂൾ. അതിന്റെ ഒരു സ്റ്റിൽ വന്നിട്ടുണ്ട്, അവര് വിമാനത്തിലിരിക്കുന്നത്. 12-ാം തീയതിയായിട്ട് ഷൂട്ട് തുടങ്ങും ദുബായ് ഷെഡ്യൂൾ. ചോദിക്കാണ്ടേ ചോദിച്ചോ? ആരോടാ? ഏട്ടനോട്. അത് പേഴ്സണലായിട്ട്. കാജലിനെ കൊണ്ടുവന്നായിരുന്നോ? അത് പേഴ്സണലായിട്ട് ചോദിക്കാം. എന്താണെങ്കിലും കഴിഞ്ഞോ? അത് 12-ാം തീയതി തുടങ്ങുള്ളൂന്ന്. 12-ാം തീയതി ഷൂട്ട് തുടങ്ങും. 10 ദിവസം ദുബായ്, 3 ദിവസം നേപ്പാളും. ഫിനിഷ്. പടം നേപ്പാളിലോട്ട് തീരും. അല്ല, ദുബായില്. ദുബായ്. കാജു അല്ലാതെ നേപ്പാളിലൊന്നും അല്ല, ഞങ്ങൾ ദുബായിലൊക്കെ പോയിട്ട് ഐറ്റം സോങ് ചെയ്യുള്ളൂ. അതായിക്കോട്ടെ, നന്നായി. എന്ത് ചെയ്യാനുള്ളത് നോക്കണത്, അത്രേ ഉള്ളൂ. ഓക്കെ, പൊളിക്കട്ടെ. അപ്പൊ എന്താണെങ്കിലും ഈ എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. ഞാൻ തലയെടുപ്പോടെ പോകാൻ പോവാന്ന് പറയാൻ വരുമായിരുന്നു, അപ്പോഴേക്ക് അത് ഇല്ലാണ്ടാക്കും. ഇങ്ങനെ കേൾക്കും, പറടാ. എന്താണെങ്കിലും പോവാണ്. ജലദോഷമുള്ള ആൾക്കാരൊക്കെ ഒന്ന് വന്ന് കമന്റ് ഇടണേ, വെറുതെ ഒരു രസത്തിന്. ആരൊക്കെ ജലദോഷം പിടിച്ചിരിക്കാന്ന് അറിയാൻ വേണ്ടിട്ടാ. ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന വീഡിയോ ആയിരിക്കും. എല്ലാരും ജലദോഷം പിടിച്ചിരിക്കും. അപ്പൊ എന്താണെങ്കിലും പോവാണ്. ബൈ.